ഇത് ആക്ച്വലി ഒരു എന്താ പറയുക എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഹായ് പറയൂ. അപ്പൊ അച്ഛന്റെയും മോളുടെയും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഇപ്പോഴും നമുക്ക് കിട്ടി മൃദുലെ വീഡിയോ കോളിൽ കിട്ടിയിട്ടുണ്ട്. അവളെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ ഈഗോ അടിക്കില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല എന്നുള്ളത് നമുക്കൊരു വിഷമമായിട്ടുള്ള കാര്യമാണ്. രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു സീരിയൽ കിട്ടിയില്ല, സിനിമയെങ്കിലും കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നു. അവള് പക്ഷെ എന്നെ സ്ഥിരമായിട്ട് ഏട്ടാന്ന് വിളിക്കാറ്. ഞാൻ കുഞ്ഞൂട്ടാന്ന് വിളിക്കും. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇതൊക്കെ വീട്ടിൽ മതി. സ്ഥിരം നമ്മൾ വ്ലോഗ് എടുക്കുന്നു ചാനലിലേക്ക് വേണ്ടിയിട്ട്. കാര്യം അഭിനയിക്കുമ്പോ പേയ്മെന്റ് ഒക്കെ ചോദിക്കുന്ന ആളാണ്. അപ്പൊ അന്ന് മുതൽ ഞാനൊരു തീരുമാനം എടുത്തു, വർക്കില് 2 വർക്ക് അറ്റ് എ ടൈം എടുക്കില്ല എന്നുള്ളത്. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ മലയാളം സീരിയൽസ് ആണെങ്കിലും ഇതുപോലത്തുള്ള ഷോസ് ആണെങ്കിലും എല്ലാം ഇത്രയും ഹൈപ്പിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആളെ ഇടയ്ക്കിടയ്ക്ക് വരും, ഒന്ന് കാണിക്കുക ഉടുപ്പ് കണ്ടോ പൊട്ട് കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അപ്പോഴേ ഇവിടുന്ന് പോകും. ഹായ് ഹലോ നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഒരാളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സുന്ദരി സീരിയൽ നായകനെ അറിയാം, അതുപോലെ മഞ്ഞൾ വിരിഞ്ഞ പോലെ നായകനെ അറിയാം. അത് മാത്രമല്ല ഇപ്പം എന്നോടൊപ്പം ഒരു കുട്ടി നായികയുണ്ട്. ഈ നായികയുടെ 1 വർഷം മുമ്പ് എടുത്തതാണ്. ഇപ്പം എന്നോടൊപ്പം ഉള്ളത് യുവയാണ്. യുവയുടെ കൂടെ ഉള്ള ഒരാളുണ്ട്, ഞാൻ അത് കാണിച്ചു തരാന്നുള്ളത്. യുവ നമസ്കാരം. നമസ്കാരം. ഹലോ ബേബി. ഹായ് കൊടുക്കൂ കുഞ്ഞു. ഹലോ താ. ക്യാമറ ഓൺ ആക്കാൻ 2 ഷേക്കൻ ഇരിക്കുന്നു. ഹലോ താ. ടൈമിങ് കറക്റ്റ് ആയേട്ടാ. ഒന്ന് ചിരിച്ചേ, ക്യാമറ നോക്കി ചിരിച്ചേ. ഈ വരെ മോടെ പേരെന്താ? ധ്വനി കൃഷ്ണ. ധ്വനി കൃഷ്ണ. വീട്ടിൽ വിളിക്കുന്നത് ധനു. ധനുക്കുട്ടി. അപ്പം യുവ വൺസ് അഗൈൻ. അപ്പോൾ വളരെ സന്തോഷം. നമ്മൾ ഒരു 1.5 വർഷം മുമ്പ് ഒന്ന് ഇരുന്നിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ഇരിക്കുകയാണ്. ഇപ്പം ഇരുന്ന് വളരെ സന്തോഷമുണ്ട്. ഇയാളുടെ എനിക്കൊന്ന് പിറന്നാളിൻ്റെ അന്നാന്ന് നമ്മളന്ന് മൃദുലയുടെ കൂടെ ചേർത്തിട്ടുള്ള നമ്മൾ വീഡിയോ കോൾ ചെയ്തത്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം വളരെ സന്തോഷം. എന്തെങ്കിലും പറയാനുണ്ടോ മാഡത്തിന്? മാഡം ഇവളുടെ അടവാണ്. കാര്യം നമ്മള് സ്ഥിരം വ്ലോഗ് എടുക്കുന്നു ചാനലിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ ക്യാമറ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് ഭയങ്കര സൈലന്റ് ആണ്. കാര്യം അഭിനയിക്കുമ്പോ പേയ്മെന്റ് ഒക്കെ ചോദിക്കുന്ന ആളാണ്. അങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കാണിക്കില്ല. പേയ്മെന്റ് കൊടുത്തു തുടങ്ങി നിങ്ങൾ അല്ലേ? ഹലോ മാഡത്തിന്റെ പേയ്മെന്റ് എത്രയാ? പേയ്മെന്റ് പോയോ? അപ്പൊ നമുക്ക് ഇന്റർവ്യൂലേക്ക് പോവാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഡൺ. പറ ഹായ് പറ. ഹായ് പറ. ഒരു ഹായ് പറ. ഇപ്പൊ ഞാൻ ഹായ് പറയൂ. അപ്പം യുവ വളരെ സന്തോഷം. നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലാണുള്ളത്. അപ്പം ലൊക്കേഷനിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പം വളരെ സന്തോഷമുണ്ട്. കാര്യം കുറച്ചും കൂടെ അധികം നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഏതൊക്കെ സ്റ്റിൽ ഉണ്ടാവും, ഏത് ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത്? ഇപ്പം ഞാനിപ്പോ കൊല്ലത്തുനിന്ന് സുന്ദരിയുടെ ഷൂട്ടില് ഒരു ദിവസം വന്നല്ലേ? ഒരു ദിവസത്തിന് വന്നേ. ഇനിയിപ്പോ നാളെ വീണ്ടും പോകണം. അപ്പൊ ഈ മൃദുല ഇവിടെ കണ്ടില്ല, ഷൂട്ടിലാണെന്നറിയാം. പാന്റ് സൂപ്പർ, അടിപൊളി. അവളെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ മോളുടെ ഷർട്ട് അടിപൊളി, പാന്റ് അടിപൊളി. ഇനി എന്താണ്? മാല സൂപ്പർ, ചിരി സൂപ്പർ, പല്ല് സൂപ്പർ. ഇനി എന്താ വേണ്ടേ? കണ്ണ് സൂപ്പർ. അടിപൊളി എന്ന് പറ. അടിപൊളി. ഓക്കെ. അപ്പം ഓക്കെ ആണോ? പോയിട്ട് വരണേ. ഇടയ്ക്കൊക്കെ വരും, നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ വരുന്നതായിരിക്കും. അപ്പം മൃദുല ഇപ്പം ഷൂട്ടിലാന്ന്. ഇപ്പൊ ഏത് ലൊക്കേഷനിൽ? ആളിപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിന് പോയിരിക്കാം എറണാകുളത്ത്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കാണാതിരിക്കുന്ന സമയങ്ങളിലെ ആള് വലിയ കുഴപ്പമൊന്നുമില്ല. അവളിപ്പോ യൂസ് ടു ആണ്. അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും പെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി ഡ്രസ്സപ്പ് ചെയ്ത് വെളിയിലിറങ്ങുന്നത് കാണാൻ പാടില്ല. കണ്ടാ തീർന്നു. അത് കണ്ടാൽ പ്രശ്നമാണ്. അതല്ലാതെ ഇവള് കാണാതെ നമ്മള് ബാക്കിലത്തെ ഗേറ്റ് വഴിയൊക്കെയാണ് വെളിയിലേക്ക് കിടക്കുന്നത്. സൗണ്ട് കേൾക്കില്ല. ഇല്ല, ഇലക്ട്രിക് ആണ്. അത് അതിനുവേണ്ടി എടുത്താണ് അന്നേരം. അച്ഛൻ കളിപ്പിച്ചിട്ടൊക്കെ പോവാറുണ്ടോ മോളെ? അവളിങ്ങനെ മറ്റേ ആളുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഈ ചെറിയ ഒരു ദിവസം കിട്ടുന്നൊരു ദിവസമായിരിക്കും മോളുടെ കൂടെ ഒക്കെ ചെലവാക്കുന്നത്. അതെങ്ങനെയാണ്? വളരെ കുറച്ച് ടൈമാണ് കിട്ടാറുള്ളത് എനിക്ക് വീട്ടിൽ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെക്കാട്ടിലും കൂടുതൽ അറ്റാച്ച്മെന്റ് അവൾക്ക് അമ്മയായിട്ടാണ്. കുറച്ച് നാളൊന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയങ്ങളിലൊക്കെ, അതായത് ഇപ്പം കുഞ്ഞിന് എന്നുള്ള നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കെയറിംഗ് ഉള്ള സമയമാണ് ഇപ്പൊ ഈ 1 വയസ്സ് 2 വയസ്സൊക്കെ. അപ്പൊ എങ്കിലും മിസ് ചെയ്യത്തില്ല. റീസെന്റ് ആയിട്ടാണ് ആളിപ്പോ ഒരു പുതിയ പ്രോജക്റ്റിൽ കമ്മിറ്റ് ആയത്. അപ്പൊ അത്രയും നാള് ആള് ഫ്രീ ആയിരുന്നു. സ്റ്റാർ മാജിക് ഷൂട്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് മന്ത്ലി ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 ദിവസം 6 ദിവസം അത്രയൊക്കെ വരാറുള്ളൂ. അതും ഇടവിട്ടൊക്കെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് മൃദുലയാണ്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടപ്പം ഉറക്കം വേണ്ടിട്ട് കരഞ്ഞിട്ടില്ല ആള്. ഇല്ല. പെട്ടെന്ന് യുവെ കണ്ടപ്പോഴത്തേന് എന്തോ പറഞ്ഞുകൊണ്ട് ചാടി വീഴ അങ്ങോട്ട് വന്നത്. പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എനിക്കും അത് തന്നെയാണ് അനുഭവം. അങ്ങനെ തന്നെയാണോ ഇവിടെ?
അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. കാര്യം ആദ്യമൊക്കെ ഞാൻ ഈ 2 സീരിയലും കൂടെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് വീട്ടിൽ വരാനും സമയം കിട്ടില്ലായിരുന്നു. അപ്പോ ഇവള് എന്റെ കയ്യിലേക്ക് വരില്ല, അറിയില്ല. ഞാൻ എടുക്കുമ്പോൾ ഭയങ്കര ബഹളമാണ്, എൻ്റെ അടുത്ത് ഇരിക്കില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ അന്ന് മുതൽ ഞാനൊരു തീരുമാനം എടുത്തു, വർക്കിൽ 2 വർക്ക് അറ്റ് എ ടൈം എടുക്കില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു വർക്ക് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. അല്ല, അതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ അന്നത്തെ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാം. മകള് നമ്മൾ അറിയാത്ത ഒരാളായി മാറുമ്പോഴത്തേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന സമയം തന്നെ. കാര്യം നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾ, അവരുടെ കെയറിങ്. പക്ഷെ അതിപ്പോ കണ്ടു കുറേ നാളുകൊണ്ട് സീരിയൽ മാത്രം കുറേ വർഷമായി ഇപ്പോൾ സീരിയൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. ഹെയർ സ്റ്റൈൽ അന്ന് കണ്ട ആ ഒരു മഞ്ഞൾ വിരിഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഇതിലും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് യുവപ്പോഴുള്ള ആൾക്കാർ വരാത്തത്? സിനിമയിലേക്ക് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കോൺടാക്ട് ബേസിലാണ്. നമുക്ക് ഓരോ ക്ലോസ്ഡ് ഗ്രൂപ്പാണ് എല്ലാം. അപ്പൊ ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ അത്രത്തോളം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് അതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ചാൻസ് കിട്ടൂ. ഫോളോ അപ്പ് അല്ലേ? ഫോളോ അപ്പിലും കാര്യമില്ല. നമ്മൾ അവരെ ഇപ്പം എറണാകുളം ആണല്ലോ നമ്മുടെ ഫിലിമിന്റെ ഹബ്ബ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പോയി അതിനു വേണ്ടി ഏകദേശം ഒരു വർഷം സിനിമ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ. പക്ഷേ എന്താ പറയാ, ഒരു ദൈവാനുഗ്രഹത്തിന്റെ പേരിൽ എനിക്ക് ഇപ്പൊ ഒരു ചാൻസ് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് പടത്തുനിന്ന്. അപ്പൊ അതൊന്നും കൺഫേം ആയിട്ടില്ല. അത് കൺഫേം ആകുമ്പോഴത്തേനും ഞാൻ അറിയിക്കാം. ഏകദേശം നല്ലൊരു മൂവി ആയിരിക്കും. ത്രൂ ഔട്ട് ആയിട്ടുള്ള കഥാപാത്രമാണ്. എന്തായാലും ഒരു റോള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളി, അതായിക്കോട്ടെ. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വർഷം എൻ്റെ ഇന്റർവ്യൂവിൽ ഞാൻ പറയുണ്ടായി, ഞാൻ എഴുതിയൊരു കഥയിൽ വന്ന് ചെയ്തു തരാമെന്ന് പറയുണ്ടായി. അത് ഈ വർഷം കാണും. അതും കൂടെ ഒരു സമയത്ത് കണ്ടെത്തി നമ്മുടെ അനുചേട്ടനൊക്കെ കൂടെ കാണാം. ആ സമയത്ത് നമ്മളോട് കാണണം. വർക്കല തന്നെ ആയിരിക്കും നമ്മുടെ ലൊക്കേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് സന്തോഷം. സിനിമ ഈ വർഷം കിട്ടട്ടെ. ഞാൻ അന്നും പറഞ്ഞു 2000 നല്ലൊരു സിനിമ വരട്ടെ എന്ന്. അപ്പൊ ഉറപ്പായിട്ടും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ മൃദുലയായിട്ട് എപ്പോഴും ഈ കാണാതെ വരുന്ന സമയങ്ങൾ, ഇപ്പം യുവ പോകുമ്പോൾ മൃദുല വരും, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണല്ലോ ചില സമയങ്ങളിലൊക്കെ വരുന്നത്. അപ്പൊ എങ്ങനെ ഒത്തിരി മിസ് ചെയ്യുന്നെന്ന് മനസ്സിലാവും. കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന കാണുമ്പോൾ തന്നെ ആ സ്റ്റാർ മാജിക്കിൽ നിങ്ങളുടെ സ്നേഹം ചേട്ടായി എന്നുള്ള വിളി അത് ആർട്ടിഫിഷ്യൽ വിളി അല്ല എന്നുള്ളത് മനസ്സിലാവും. അല്ലാതെ വീട്ടിലും അങ്ങനെ തന്നെയാണോ ആള്? അത് ആക്ച്വലി ആ ചേട്ടായി എന്നൊക്കെ വിളിക്കുന്നത് അത് അവിടുത്തെ ഒരു രസത്തിന് വേണ്ടി. അവള് പക്ഷെ എന്നെ സ്ഥിരമായിട്ട് ഏട്ടാന്ന് വിളിക്കാറ്. ഞാൻ കുഞ്ഞുട്ടാന്ന് വിളിക്കും. സ്റ്റാർ മാജിക്കിൽ വരുമ്പം അവിടെ എല്ലാവരും കൗണ്ടറിന്റെ ആൾക്കാരാ. നിങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങളെ കളിയാക്കാറുണ്ടോ? അതായത് ബിഹൈൻഡ് ദ ക്യാമറയിൽ കളിയാക്കാറുണ്ടോ? ബിഹൈൻഡ് ദ ക്യാമറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ കളിയാക്കലിലുപരി എല്ലാവർക്കും അസൂയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ വരുന്ന സമയത്തും ബാക്കിയുള്ളവർക്കൊന്നും അവരുടെ വൈഫുമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ മാത്രം എപ്പോഴും ഞങ്ങൾ മാറിയിരുന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു കളിയാക്കും. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇതൊക്കെ വീട്ടിൽ മതി, ഇവിടെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വൻ കോമഡിയാണ്. അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നു അത് ആ ഓൺ ക്യാമറയിലും പറയാറുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ബിനിച്ചേട്ടനാണെന്ന് പറഞ്ഞത്, എടോ ഞങ്ങളൊന്നും ഭാര്യമാരെ ഇവിടെ കൊണ്ടുവരുന്നില്ല, നിങ്ങൾ തന്നെ ഇവിടെ സിനിമത്ത് ഇവിടെ കളവെടുത്തിട്ട് പോകുന്ന ഒരു എപ്പിസോഡിൽ പുള്ളി പറഞ്ഞത്. അതുപോലെ ഇടയ്ക്ക് കോൺട്രവേഴ്സീസ് ഇഷ്ടം പോലുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് നമ്മുടെ സ്റ്റാർ മാജിക്. അതിൽ ആദ്യം ഗെയിംസിനെ കുറിച്ച് വന്നു, പിന്നെ ആർട്ടിസ്റ്റുകളെ കുറിച്ച് വന്നു, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ബിനിച്ചേട്ടനെ കുറിച്ചുള്ളൊരു എലിഗൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൗണ്ടർ നിങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാറുള്ളത് ആ ഒരു ഫ്ലോറിൽ. എനിക്ക് തോന്നുന്നു കൂടുതൽ അറിയുന്നതും അച്ഛന് വെള്ളം കൊണ്ടുവരുവാന്നോ? അച്ഛക്ക് ഉണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ആൾ ഇവിടെ വരും, നമ്മുടെ സ്റ്റാർ ഇങ്ങനെ വരും, ഇടയ്ക്കൊക്കെ വരും. അടുത്ത ആള് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത യാമി അല്ലേ? യാമി, ഇത് മൃദുലയുടെ അനിയത്തിയുടെ മോളാണല്ലേ? ഹലോ ബേബി. ഇതിന് പ്രത്യേക ഒരു വെറൈറ്റി ഇന്റർവ്യൂ ആയിക്കോട്ടെ, കുട്ടികളുടെ ഇന്റർവ്യൂ ആയിക്കോട്ടെ. അതെന്നാ വേണ്ടത്? ഇത് ആരുടെ ഉടുപ്പാ? അച്ഛൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ അങ്കിള്, ചോദിക്കട്ടെ? താങ്ക് യു. ഈ നമ്മൾ സ്റ്റാർ മാജിക്കിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നം, അതായത് ബിനിച്ചേട്ടൻ്റെ പ്രശ്നം ഇഷ്ടം പോലെ അത് പല സോഷ്യൽ മീഡിയയിലും പല കണ്ടന്റോടെ പല ആൾക്കാരും പറഞ്ഞതാണ്. യുവയ്ക്ക് അറിയാവുന്ന ബിനിച്ചേട്ടൻ എങ്ങനെയാണ്? എനിക്ക് ആക്ച്വലി ഈ ഒരു പ്രശ്നം നടന്നു എന്ന് പറയുന്ന സമയത്തൊന്നും ഞാൻ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയില്ല എന്താണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ആള് വളരെ ഫ്രണ്ട്ലി ആണ്, നല്ല കൂളായിട്ടാണ് സംസാരിക്കാറുള്ളത്. എപ്പോഴും ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. പറഞ്ഞു കേട്ടത് നിങ്ങൾ അതായത് മീൻസ് ഇവിടെ പേരല്ല പറഞ്ഞത്, ആർട്ടിസ്റ്റുകൾ നിൽക്കെ പുള്ളിയുടെ റൂമിലകത്ത് കൊണ്ടുപോയി അതിനകത്ത് ഡോറ് ലോക്ക് പൊളിച്ചിട്ടാണ് അകത്തവർ കയറിയെന്ന് പറഞ്ഞു. അനുപേട്ടൻ്റെ ഒരു വോയിസും ഒരു ഫോൺ കോൾ വോയിസും സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എന്താ യുവയ്ക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ആക്ച്വലി യൂട്യൂബ് ചാനലിൽ നിന്നൊക്കെ ഉള്ള കണ്ടറിവ് മാത്രമേ ഉള്ളൂ നമ്മളെ പോലെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലാവുന്നത്, രണ്ടുപേരും തമ്മിലൊരു ചെറിയ എന്തോ ഇഷ്യൂ ഉണ്ടായി. അത് ബിനുചേട്ടൻ തന്നെ പറഞ്ഞു, അവരുടെ ഒരു
ഈഗോയിന്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ ഇപ്പൊ രണ്ടുപേരും ഓക്കെ ആയെന്ന് തോന്നുന്നു. ഓക്കെ ആയി അല്ലേ? അല്ല അത് ബിൻഷേട്ടനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എപ്പോഴും തമാശകൾ മാത്രം പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഇപ്പൊ പുള്ളിയുടെ വേറൊരു മുഖം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആർക്കും, ഞാനും പുള്ളിയുടെ കൂടെ ഷോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്കും വിശ്വസനീയമല്ല. അങ്ങനെ ആ സമയത്ത് ഞാൻ ആദ്യം യുവയാണ് വിളിച്ചത്, യുവ കിട്ടിയില്ല. പിന്നെ ഞാൻ വേറെ നിങ്ങളുടെ കൂടെ തന്നെ ഒരാളെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇതേ ഡയലോഗ് തന്നെ പറഞ്ഞത്. കാര്യം ആ സ്പോട്ടിൽ അവരാരും ഇല്ലായിരുന്നു. അതെ അതെ. ബിഹൈൻഡ് ദ ക്യാമറ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നുന്നു ഐശ്വര്യ ഉണ്ടായിരുന്നു തോന്നുന്നു, ഐശ്വര്യ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവർ അറിഞ്ഞിട്ടില്ല, ആക്ച്വലി എന്താ പ്രോബ്ലം എന്നുള്ളത്. പക്ഷെ അതിനുശേഷം 2 മാസം പുള്ളി അവിടുന്ന് എന്തോ സസ്പെൻഷനിലോ എന്തൊക്കെയോ സസ്പെൻഷനിലൊക്കെ ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് യുവ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ പുള്ളി ഇല്ലാതിരുന്ന സമയത്ത് ഇടയിൽ 2-3 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചോദിച്ചോ ആരോടെങ്കിലും എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത്? ആ സമയത്ത് ചോദിച്ചു, പക്ഷെ ആരും ഒന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ എനിക്കൊന്ന് അനുവേട്ടൻ അത് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും ഫോണിലൂടെ പറഞ്ഞത്. അതുപോലെ നിനക്കെന്താ തോന്നുന്നത് നീ ചെയ്യുക എന്നാണ് പുള്ളിക്കാരൻ മറ്റേ പുള്ളിയോട് പറഞ്ഞത്. അല്ല, യുവയ്ക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല, നമ്മള് ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഇനി എന്നാ ബാക്ക് ടു എന്നാ അന്നേക്ക് പോകുന്നത്? ഞാൻ ഇടയ്ക്ക് പോയിരുന്നു. ഇനിയിപ്പം ഈ ഷൂട്ടും ഇല്ലാത്തൊരു സമയം വരുമ്പോൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് പോകാൻ പറ്റുള്ളൂ. വിളിച്ചിരുന്നു. ഇനിയിപ്പോ ഉടനെ അടുത്തൊരു പ്രോജക്റ്റ് എന്റെ ഏഷ്യാനെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിപ്പം ഷൂട്ട് ഇപ്പൊ ഉടനെ തുടങ്ങും. അത് നമ്മുടെ സുന്ദരിയായിട്ടുള്ളതാണോ? അതല്ല, ഇത് വേറൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റാർ മാജിക് നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ? എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു. പിന്നെ തീർച്ചയായിട്ടും നമ്മളവിടെ ഓഫ് സ്ക്രീൻ ആയാലും ഓൺ സ്ക്രീൻ ആയാലും എല്ലാവരും നല്ല എനർജറ്റിക് ആണ്, എന്റർടൈനിങ് ആണ്. നമുക്ക് അവിടെ പോയി കഴിയുമ്പോഴത്തേനും ഷൂട്ടിന് ടൈം പോകുന്ന തന്നെ അറിയത്തില്ല. ഇപ്പൊ ഈ ഏഷ്യാനെറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും ലെവല് വേറെ ലെവലാണ്. എല്ലാ സീരിയലും എല്ലാ ചാനലും ഉണ്ടെങ്കിൽ പോലും, പക്ഷെ എല്ലാവരുടെ കൺസെപ്റ്റ് നമ്മൾ ഈ വണ്ടികൾ നോക്കുമ്പോൾ മാരുതിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പറയുന്ന പോലെ ഏഷ്യാനെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണ്ട് മുതലേ ഉള്ളൊരു ട്രെൻഡ് അങ്ങനെയാണ്. നമ്മളുടെ വീട്ടിലൊരു ചാനൽ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അത് മാറ്റില്ല. അപ്പൊ അങ്ങനെ ഓണാക്കി വെക്കുന്ന ചാനൽ ഏഷ്യാനെറ്റ് ആണ്. എനിക്ക് പണ്ട് ഡിഷിൽ ഏഷ്യാനെറ്റ് മാത്രമേ കണക്ഷൻ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും മനസ്സിലായത്. സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ബിഗ് ബോസിൽ ആവശ്യമുണ്ടായോ? സീസൺ 6 ഇപ്പം ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നിട്ടുണ്ടോ? മൃദുലൊക്കെ ഓൾറെഡി 1-2 തവണ വിളിച്ചിരുന്നു. പക്ഷെ ആൾക്ക് പോകാൻ പറ്റിയിരുന്നില്ല. സീരിയലിന്റെ കാര്യമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെ വേറെ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ആൾക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം എന്നെ ഒരു സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് സീസണാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. മഞ്ഞൾ വിരിഞ്ഞ പൂ ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാം കംപ്ലീറ്റ് ആയി അവസാനം ഒരു ചെന്നൈയിൽ നിന്ന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ടൈമിൽ ഞാൻ നമ്മുടെ സീരിയൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും ഡയറക്ടറിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഞാനത് ഡിസ്കസ് ചെയ്യും. പക്ഷെ അവർ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിപ്പോയി. കാര്യം ആ മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ അപ്പം സീരിയൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റബിൾ ആവില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ആണ് എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. അല്ല, സീസൺ 6 വിളി വന്നിട്ടുണ്ടോ? ഇല്ല, അതിനുശേഷം പിന്നെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പം കാണാറുണ്ടോ? ഈ ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമാണോ? കഴിഞ്ഞ സീസണിലെ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കാണില്ല. ഇവിടെ അമ്മ അതിന്റെയൊക്കെ ഫാനാണ്, സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അത്രയ്ക്കൊരു ഫാൻ അല്ലാന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് കാണാറുണ്ട്. ഇപ്പം 6 ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല 5 ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ അഖിൽമാരാന്റെ സീസണിലുള്ള ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ ഇപ്പൊ നടക്കുന്നത് എന്ത് തോന്നുന്നു? കഴിഞ്ഞ 5 സീസണിലെക്കാട്ടിലും ഇപ്പം ഭയങ്കര നെഗറ്റീവ്സ് ആണ് എല്ലാവരുടെ ഫീഡ്ബാക്കിലും വരുന്നത്. കാര്യം ഇപ്പോഴത്തെ കണ്ടസ്റ്റന്റ് അത് മെയിൻലി ഒരു ലേഡി ഉണ്ട്. ആ ലേഡിയുടെ പേരാണ് എല്ലാവരും പറയുന്നത്. അതിനകത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും അമ്മയുടെ ചിലപ്പോൾ നല്ലപോലെ അറിയായിരിക്കും അമ്മയ്ക്കല്ലേ? അമ്മ എപ്പോഴും കാണുന്ന ആളായതുകൊണ്ട് അതല്ലേ അമ്മയ്ക്ക് അറിയാൻ പറ്റും. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഫുൾ എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തോന്നുന്നുണ്ടല്ലേ? അതായത് ഒരു വെറും കണ്ടന്റ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ചിലപ്പം ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് എന്നാലും എല്ലാവരും പഴയ കണ്ടസ്റ്റൻസിനെക്കാട്ടിലും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. അല്ല, അതിനകത്ത് ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാം കളി മാറും, ഇത് വെറൈറ്റി രീതിയിലാണ് വരുന്നത്. പക്ഷെ എല്ലാവരും പവർ പാക്ക് ആയിട്ട് അതിനകത്ത് കയറിയിരിക്കുന്നത്. ഇപ്പൊ 6 പേര് കയറിയിട്ടുണ്ട്. അപ്പം 7ാമതൊരാളോട് ചിലപ്പം അതിനകത്ത് എൻ്റർ ആവും എന്നൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. അപ്പം 7ാമത് ചിലപ്പം യുവയാണോ കയറാൻ പോകുന്നത്? ഞാനല്ല, വൈൽഡ് കാർഡിൽ ഞാനല്ല എന്തായാലും. കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഓൾറെഡി ഒരു പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അതിലേക്ക് പോകാനുള്ളൊരു അവൈലബിലിറ്റി ഇല്ല.
അതിലിപ്പം അടുത്ത കയറാൻ പോലെ ഏഷ്യാനെറ്റിൽ തന്നെ എനിക്കൊന്ന് അവർ തന്നെ പ്രിഫർ ചെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് സീരിയൽസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സീസണിൽ യുവയെ പോലുള്ള ആളിന് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ തന്നെ അതിനകത്ത് പോകാൻ പറയായിരിക്കും ഏഷ്യാനെറ്റിൽ അല്ലേ? അപ്പോഴും പോവും. അങ്ങനെ വിളിക്കുകയാണ്, വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യം തന്നെയാണ്. അപ്പോൾ ആൻറ്റി അടുത്ത് ചോദിക്കണം, ആൻറ്റി ഈ ബിഗ് ബോസേ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ യുവ ഇനി അതിനകത്ത് കയറണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരും, യഥാർത്ഥ സ്വഭാവം കാണിക്കേണ്ടി വരും. അപ്പോഴോ അതാ പറഞ്ഞത്, റിയൽ നേച്ചർ കാണിക്കുക. അപ്പോൾ നല്ല സപ്പോർട്ട് തന്നെ കേട്ടോ. അപ്പോൾ അത് ഓരോ കണ്ടന്റാണ് അതിനകത്തൊക്കെ വരുന്നതെല്ലാം തന്നെ. പക്ഷെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ നമ്മുടെ വിധി എന്ന് പറയുന്ന പോലെ വരുന്നത്. ഇപ്പോൾ കയറിയവരെ ആരെയും അത്ര സുപരിചിതരല്ല കയറിയിരിക്കുന്നത്. യമുന ചേച്ചിയെ എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ 3-4 പേരേ ഉള്ളൂ, ഋഷി. പക്ഷെ ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. എന്താ ഫീൽ ചെയ്യുന്നത്? പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഫെമിലിയർ ആക്കുമ്പോൾ ഈ ഒരു ഷോയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബേസിക് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ മലയാളികൾക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമാണ് തൊട്ടപ്പുറത്ത് വീട്ടിൽ നടക്കുന്ന കാര്യം എന്താണ് എന്ന് ഒളിച്ചു കേൾക്കാനുള്ള ഒരു അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മുടെ മലയാളം സീരിയൽസ് ആണെങ്കിലും ഇതുപോലത്തുള്ള ഷോസ് ആണെങ്കിലും എല്ലാം ഇത്രയും ഹൈപ്പിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോ പുതിയ ആൾക്കാർ കയറി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അവരുടെ എന്താണ് അവരുടെ എന്തൊക്കെയാണ് രഹസ്യങ്ങൾ, അവരെന്തൊക്കെ സംസാരിക്കുന്നു, എന്തൊക്കെ അവര് റിവീൽ ചെയ്യുന്നു, അതെല്ലാം കേൾക്കാൻ എപ്പോഴും ക്യൂറിയസ് ആയിരിക്കും. മറ്റുള്ളവരുടെ സ്വഭാവം അറിയാനായിട്ട് മോള് തകർക്കാണ് ഇവിടെ. നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ഇന്റർവ്യൂവിൽ ഇത് കുട്ടികളുടെ ഇന്റർവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ കളിച്ച് കിടക്കും, ഉറക്കം എണീറ്റിരിക്കുക അവരൊക്കെ. അപ്പോൾ ഈ നമുക്ക് ബിഗ് ബോസിന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം യുവയുടെ ഒരു ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് യുവതരംഗം എന്ന് പറയുന്ന പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. സീരിയൽസിൽ നിന്ന് വിട്ടുമാറാൻ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത സീരിയലിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഈ സീരിയൽ മാറി സിനിമയിലേക്കുള്ള ചിന്ത ഈ വർഷം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സീരിയലിൽ കയറുന്ന ടൈമിൽ എക്സൈറ്റ്മെന്റ് കൂടുതൽ വലിയ സ്ക്രീനോ ചെറിയ സ്ക്രീനോ ആയിരുന്നു കയറുന്ന സമയത്ത്? വലിയ സ്ക്രീൻ ആർട്ടിസ്റ്റിന്റെയും ഡ്രീം എന്ന് പറയുന്നത് അതായിരിക്കുമല്ലോ. ഇതിൽ അതായത് ഇപ്പം നമുക്കൊരു സീരിയൽ വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു ഗോഡ് ഫാദറൊക്കെ കാണുമല്ലോ, നല്ലൊരു വഴി തെളിച്ചുതരാൻ അല്ലെങ്കിൽ സീരിയലിലേക്ക് വരാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് ടൈം സീരിയലിലേക്ക് കയറാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരാനായിട്ട് പ്രചോദനം ആദ്യമായിട്ട് തന്നേരാ? ഞാൻ സീരിയലിലേക്ക് വരുന്നത് സക്കീർ എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടർ വഴിയാണ് വരുന്നത്. അപ്പോൾ ആള് വഴിയാണ് എനിക്ക് മഞ്ഞളുരിഞ്ഞ പൂവിൻ്റെ കൺട്രോളറിനൊരു കോൺടാക്ട് കിട്ടുന്നതും അതിനുശേഷം ഞാൻ പിന്നെ ഡയറക്ടറിനെ മീറ്റ് ചെയ്യുന്നതും കയറുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പെർഫോമിങ് ആർട്സുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പെസിഫിക് ആയിട്ട് സീരിയൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതായതുകൊണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു വഴി സക്കീർക്ക വഴി വന്നു. ഇപ്പം എം ബി എ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം മെന്റലിസം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഈ മെന്റലിസം സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ അധികം എക്സ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റേജുകളിൽ ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ മാജിക് പ്ലാനറ്റ് ഉണ്ടല്ലോ കഴക്കൂട്ടം, അവിടെ ഞാനൊരു 4 years ഇല്യൂഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സ്റ്റേജിൽ ഒരു 1 hour ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് ഞാൻ ഇല്യൂഷൻ പഠിക്കുന്നതും ഷോ ചെയ്യുന്നതും ഒക്കെ. അതിനുശേഷം പിന്നെ പുറത്ത് നമുക്ക് ഒരു ഇല്യൂഷൻ ഷോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. അപ്പോൾ അതല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ് നമുക്ക് ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോം എന്ന് പറയുന്നത് മെന്റലിസം ആയതുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കുറെ കോളേജസിലും സ്റ്റേജ് ഷോസും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സീരിയൽസിൽ ബിസി ആയതിനു ശേഷമാണ് പിന്നെ കോവിഡ് വന്നതിന് ശേഷം പിന്നെ തീരെ സ്റ്റേജ് ഷോസിന് ഇങ്ങനെ പോകാറില്ല. ഈ കോളേജിലൊക്കെ ചെയ്യുമ്പോഴത്തേന് കൂടുതലും ഗേൾസ് ആയിരിക്കുമല്ലോ ആരാധകരായിട്ട് വരുന്നത്. കാര്യം നമ്മൾ ഓരോ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്, പേര് കണ്ടുപിടിക്കുന്നത് കുറച്ചും കൂടെ ക്രേസ് ആവും. അന്നും ഇതിനേക്കാളും സുന്ദരനായിരിക്കും ആ സമയത്ത്. കാര്യം അന്ന് എനിക്കൊന്ന് ഇത്രയും താടി വെച്ചുകൊണ്ട് പോകുന്ന യുവ ആയിരിക്കത്തില്ല കോളേജിലൊക്കെ പോകുമ്പോൾ. ആ സമയങ്ങളിൽ എങ്ങനെയായിരുന്നു? കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ ലവ് ലെറ്റേഴ്സ് ആയിരുന്നു വരുന്നത്, അതോ മെസ്സേജസ് ആയിരുന്നു? ലവ് ലെറ്റേഴ്സ് ഇല്ല. നമ്മളുടെ ഈ ഒരു ടൈമിലൊക്കെ കൂടുതലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ആ സമയത്തും അങ്ങനെ കുറെ മെസ്സേജ് ഇല്ല, ഇതിലേക്ക് അറിയാമല്ലോ, കുഴപ്പമില്ല പറഞ്ഞു. ഈ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ വരുന്നപ്പോൾ തന്നെ നമ്മൾ യുവയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോഴേ ഒരു മെന്റലിസം ചെയ്യിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ എടുത്തില്ല. അതിനു മുമ്പ് ആദ്യം എടുത്തപ്പോൾ നമ്മൾ ചെയ്തായിരുന്നു. ഫസ്റ്റിൽ നമ്മൾ മറ്റേ നമ്മുടെ പഴയൊരു വീട്ടിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഫോണിനകത്തൊരു പിക്ചറിനെ എടുത്തായിരുന്നു. അത് ഭയങ്കരമായിട്ട് കയറിയൊരു സംഭവമായിരുന്നു. അതിനുശേഷം രണ്ടാമത് എടുത്തപ്പോൾ ഇല്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ചെറുതായിട്ട് ഏതെങ്കിലും പേരോ എന്തെങ്കിലും കാണിക്കാനായിട്ട് പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നതിലും മതി. ചെറിയൊരു സംഭവം ചെയ്യാം. ഇപ്പം
ഞാനൊരു സോങ്, മലയാളം സോങ്സ് നമുക്ക് എടുക്കാം. നമ്മളെല്ലാവരും സോങ്സ് കേൾക്കുന്ന ആൾക്കാരാണ്, വണ്ടി പോകുന്ന സമയത്തും അല്ലാതെ ഇരിക്കുന്ന സമയത്തും ഒക്കെ. അപ്പോൾ ഒരു സോങ് പെട്ടെന്നൊരു മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സോങ് ആയിരിക്കും വരുന്നുണ്ടാവുക? അത് മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. ഞാൻ മനസ്സിൽ കരുതിയാൽ മതി. ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട്. ഓക്കെ ഓക്കെ. ഒരു സോങ് ഇപ്പോൾ മനസ്സിലുണ്ട്. ഒരു സോങ് മനസ്സിലുണ്ട്. ഓൾ റൈറ്റ്. ഞാനപ്പം ഞാനൊരു ചെറിയൊരു പ്രഡിക്ഷൻ ഞാൻ എഴുതുവാണേ. ഞാൻ പഴയൊരു സോങ് ആലോചിച്ചത് കണ്ടുപിടിക്കാൻ നോക്കാം. മെന്റലിസം ഇതുവരെ ചെയ്തിട്ടില്ല എനിക്കത്. നോക്കട്ടെ, ഇവ കറക്റ്റായിട്ടോ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഓക്കെ. ഇപ്പോൾ ഒരു പഴയൊരു പാട്ടെന്ന് പറഞ്ഞു, അതൊരു ക്ലൂ ആണ്. പഴയ പാട്ട് കോടിക്കണക്കിന് പാട്ടുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ? ആദ്യത്തെ വരികളാണോ അതോ ഒറ്റ വാക്കാണോ, ഒരു ലെറ്റർ ആണോ? പാട്ടിൻ്റെ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ. അതൊരു പോയിന്റഡ് ആയിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റ് വരുന്ന ഒരു ലെറ്റർ ആണോ? ആണ്. അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ലെറ്ററാണ്. ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഐ തിങ്ക് വി അല്ലേ? ഓക്കെ. വി വെച്ച് കുറേ പാട്ടുകളുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്നുള്ളത് ഞാൻ പ്ലേ ചെയ്യുന്നതിന് മുന്നേ ആളുടെ അടുത്ത് നമ്മൾ ചോദിക്കാൻ പോവുകയാണ് ഏതാണ് സോങ് എന്നുള്ളത്. ഓക്കെ. ഞാനിപ്പോൾ പാട്ട് അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മൊബൈലിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി. അത് കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഏതായിരുന്നു ആ ഒരു പാട്ട് മനസ്സിൽ ഞാൻ പറയണോ അത് വിചാരിച്ചിരുന്നത്? ഞാൻ പറയണം, ഓഡിയൻസിന് ഒന്ന് പറയാം. ഞാൻ പറയാം. ആ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക പ്രൊഡ്യൂസറായിട്ട് വന്ന സിനിമയാണ്. മമ്മൂക്ക ഒരു എന്താ പറഞ്ഞൊരു പൊങ്ങച്ചുള്ളൊരു സിനിമയാണ്, വെണ്ണില ചന്ദനക്കിണ്ണം. ആ പാട്ടാ ഞാൻ. അപ്പൊ ഇത് ഞാൻ അറിയാനായിട്ട് എന്തെങ്കിലും ചാൻസ്? ഒന്നുമില്ല, ഒരു ചാൻസും. അപ്പോൾ ഞാൻ ഈ ഇതിന്റെ ലോക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന പാട്ട് ഏതാണെന്ന് നോക്കാം. അയ്യോ, പാട്ട് അത് തന്നെ. ഒന്ന് കേൾപ്പിച്ചു കൊടുത്തോട്ടോ. അടിപൊളി. അന്ന് ഇതേപോലെ എൻ്റെ മനസ്സിലൊന്ന് ഒരു പിക്ചർ പൊക്കിയെടുത്തതാട്ടോ. സൂപ്പർ. എങ്ങനെയാ ബ്രോ ഇത്? എനിക്കിവിടെ പറഞ്ഞ ഇന്റർവ്യൂവിൽ ഏതെങ്കിലുമൊക്കെ 1-2 കാര്യങ്ങൾ എടുക്കാമല്ലോ. ഇത് സൂപ്പറാട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, സീരിയസ്ലി പറയാണ്. റാൻഡമായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് ഫസ്റ്റ് ലെറ്ററിലാണ് പുള്ളി കണ്ടെത്തിയത്. ഇതും കൂടെ ചെറുതായിട്ടൊക്കെ ഏതെങ്കിലും ഷോയിൽ ചെയ്തുകൂടെ? സീരിയൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടാതെ ഷോസ് ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും ചെയ്യണം. ഞങ്ങൾക്ക് അത് കാണണം. അത് കണ്ടതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൂടെ ഞാൻ എടുക്കാൻ വരുന്നുണ്ട്. സിനിമ എല്ലാം കൂടെ ആയിക്കോട്ടെ. ഈ വർഷത്തെ ഒരു 2024 തീരുമ്പോൾ എല്ലാം ഏതെങ്കിലുമൊക്കെ യുവയെ തേടി വരട്ടെ. ആടുജീവിതം സിനിമ കണ്ടായിരുന്നോ? കണ്ടിരുന്നു. എങ്ങനെ വിലയിരുത്തും? നമ്മളെല്ലാവരും ചെറുപ്പക്കാരാണ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടൻ എക്സലന്റ് പീസ് ഓഫ് ആർട്ട് എന്നേ പറയാം. അതെ. പൊട്ടിട്ടോ ആളെ ഇടയ്ക്കിടയ്ക്ക് വരും, ഒന്ന് കാണിക്കുക, ഉടുപ്പ് കണ്ടോ പൊട്ട് കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അപ്പോഴേ ഇവിടുന്ന് പോകും. അല്ലേ മോളെ? അതെ. അടുത്ത ആൾ വന്ന് പൊട്ടുണ്ടോന്ന് ചോദിച്ചോണ്ട്, തനിക്ക് പൊട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ പൊട്ടുണ്ടോന്ന്. ഇങ്ങനെ വന്നേ, ഇയാളെയും കൂടെ ഒന്ന് കാണിച്ചേക്ക്. ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരി. ഇടയ്ക്കിടയ്ക്ക് പൊട്ടുണ്ടോ ചോദിക്കുന്നത്. മൃദുലയുടെ അനിയത്തിയുടെ മോളല്ലേ? ഓക്കെ. യാമിക ടാറ്റ. ഇപ്പം ഈ ആടുജീവിതം കണ്ടപ്പം അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ബ്ലസി സാർ അതിന്റെ എടുത്ത എഫേർട്ടാണ് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നും പറയാനൊന്നും പറ്റില്ല. അതിനുള്ള അവകാശമില്ല നമുക്ക്. കാര്യം പുള്ളിയുടെ ലൈഫിന്റെ ഒരു മേജർ പോർഷൻ തന്നെ പുള്ളി ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെ. അതിനുവേണ്ടി പുള്ളി പോവാത്ത സ്ഥലങ്ങളില്ല, പരിചയപ്പെടാത്ത ആൾക്കാരില്ല, അത്രയ്ക്കും ഡീപ്പ് റിസർച്ച് ചെയ്തിട്ട് ഇറക്കിയൊരു മൂവിയാണത്. അപ്പോൾ ആദ്യം പുള്ളിക്കാണ് നമ്മൾ അതിൻ്റെ നന്ദി പറയേണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഘടകമാണ് രാജുവേട്ടൻ, പൃഥ്വിരാജ് ചേട്ടൻ്റെ അതിൻ്റെ ഒരു പെർഫോമൻസ്. രാജേട്ടൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 36 കിലോ 32-36 കിലോ കുറയ്ക്കാന്ന് പറയുമ്പോൾ തടി വെച്ചിട്ടാണ് കുറച്ചത്. സിനിമ ഞാനും കണ്ടപ്പോൾ അതില് അതിന്റെ റിവ്യൂസില് ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പുള്ളിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഈ കോവിഡിന്റെ പ്രശ്നം ഇടയ്ക്ക് പിന്നെ വേറൊരു മൂവി ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്ന സമയത്ത്. അപ്പോൾ
ഇത്രയും ബോഡിനെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഞാൻ തന്നെ ആ മൂവി തിയേറ്ററിൽ കണ്ട സമയത്ത് വാവ് എന്ന് പറഞ്ഞു പോയൊരു മൊമെന്റ് എന്ന് പറയുന്നത് ആ പുള്ളി ആ ഷർട്ട് അങ്ങ് ഊരി ഡ്രസ്സ് അങ്ങ് ഊരി കളഞ്ഞിട്ട് നടന്നു പോകുന്ന ആ ഒരു മൊമെന്റ് ആണ്. അല്ല, അത് ഒരിക്കലും ആരടുത്ത് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാന്ന് വെച്ചാൽ ആ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം ഊരി കളയുമ്പോൾ അത് ആ എല്ല് തെളിഞ്ഞ് കാണുന്നുള്ളത് ആ പടത്തിന്റെ മൊത്തം ക്രക്സ് അതിനകത്താണ്. ഹൈലൈറ്റ്സ് ഫുൾ അതിനകത്ത് തന്നെയാണ്. കരഞ്ഞു പോയി. അപ്പം യുവയ്ക്ക് അങ്ങനെ ഒരു കഥാപാത്രം കിട്ടുകയാണെങ്കിൽ, ഇനി അങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അത് ഗോഡ്സ് ലൈഫ് എന്ന് പറഞ്ഞു വന്നു, പക്ഷെ ഇനി അടുത്ത ഏതെങ്കിലും ഒരു കഥാപാത്രം യുവയെ തേടി വന്നാൽ എത്രമാത്രം ഡെഡിക്കേഷൻ ആയിരിക്കും. അല്ല, അങ്ങനത്തെ ഒരു നമ്മളുടെ എഫേർട്ട് അത്രയും, നമ്മളുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഉള്ളൊരു മൂവിയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അതിന് തയ്യാറാവും. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടട്ടെ, അങ്ങനെ ഒരു സിനിമ കിട്ടട്ടെ. ഇപ്പോൾ വന്ന സിനിമ നല്ലതാവട്ടെ എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇതേപോലെ തന്നെ നേരത്തെയും എന്നെയും മൃദുലേനെയും നമ്മളുടെ കുഞ്ഞുവാവേനെയൊക്കെ സ്നേഹിച്ചതുപോലെയും ഇനിയും സ്നേഹിക്കുക, ഞങ്ങളുടെ കൂടെ മുമ്പോട്ട് ഒപ്പം ഉണ്ടാവുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. തീർച്ചയായിട്ടും യുവ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം അങ്ങനെ റെസ്റ്റ് എടുത്ത സമയത്ത് ലൊക്കേഷനിൽ പോയപ്പോൾ ഭയങ്കര ഹരിവരി ഷൂട്ടായിരുന്നു. അപ്പോഴാണ് വീട്ടിലേക്ക് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. വളരെ സന്തോഷം. അപ്പോൾ ഇനിയും നല്ല നല്ല വരട്ടെ, നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിരിക്കും. ബിക്കോസ് ഞാനും മോളും ഇന്റർവ്യൂ ഇതുവരെ അങ്ങനെ ആരും എടുത്തിട്ടില്ല. ഇവിടെ വന്നിരുന്ന് നമ്മുടെ ക്യാമറ നോക്കാം. അപ്പൊ അച്ഛന്റെയും മോളുടെയും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. മോളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, സംസാരിച്ച ഇന്റർവ്യൂ ആണ്. അച്ഛന്റെയും മോളുടെയും രണ്ടുപേരും മാത്രമേ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള നമ്മളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ. ക്യാമറ ഹായ് പറഞ്ഞിട്ട് പോയാൽ ഹായ് പറഞ്ഞു, ക്യാമറയില് ഹായ് പറഞ്ഞു, ടാറ്റ പറ, ടാറ്റ നമസ്കാരം പറയൂ കുഞ്ഞു. നമസ്കാരം പറഞ്ഞു. വെൽക്കം. ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. തീർച്ചയായും വളരെ സന്തോഷം. ഇതൊരു ആതാണ്ട് ഒന്ന് ഇനി ഒന്നുകൂടെ ഒന്ന് കാണിക്കാം, ഒന്ന് തരാമോ? ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? ഇതുപോലെ ഒരു ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് ഇന്റർവ്യൂ ഇരുന്നപ്പോൾ ഞങ്ങൾ എടുത്തായിരുന്നു. ഞാനും ഉണ്ടെന്ന്, ആളും ഉണ്ടെന്ന്. സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടിലാണോ? ഞങ്ങൾ താണ്ട ഇവിടെ ഒന്ന് വന്നു, മൊത്തത്തിൽ വന്നൊന്ന് യുവന്ന് എടുക്കാന്നപ്പം ആളിവിടെ ഭയങ്കര കയ്യിലെടുത്ത് ഞങ്ങളെല്ലാവരും കേട്ടോ. യുവയ്ക്ക് കൊടുക്കാം. ലൈവില് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒന്ന് ക്യാമറ ഒന്ന് കാണിച്ചേ. ഒരു ഹായ് പറയണ, ക്യാമറ നോക്കി ഒരു ഹായ് പറയാം, കാണിക്കാം. താങ്ക് യു. അപ്പം ഇപ്പോഴും നമുക്ക് കിട്ടി, മൃദുലെ വീഡിയോ കോളിൽ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് ഇപ്പോൾ വരുന്ന പ്രോജക്റ്റുകൾ അതിനെക്കുറിച്ചൊക്കെ? വരുന്നത് ഇനി ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. മൃദുലയ്ക്കയുടെയും ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഏഷ്യാനെറ്റിൽ വരുന്നുണ്ട്. പക്ഷെ അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല എന്നുള്ളത് നമുക്കൊരു വിഷമമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ രണ്ട് സീരിയലാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് ഈ രണ്ട് ഓഫറും നമുക്ക് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ജോലി അതല്ലേ. അതെ. അപ്പോൾ അതുകൊണ്ട് ആളുടെ ഒരു സീരിയൽ പുതിയത് വരുന്നുണ്ട്. അതിൽ ഞാൻ എൻ്റെ ഒരു റോളും കൂടെ ഉണ്ട് അതിനകത്തുണ്ട്. അതിനുശേഷം എൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു സീരിയൽ മെയിൻ സ്ട്രീമിലോട്ട് വരുന്നുണ്ട്. അത് തന്നെ. അപ്പോൾ എന്തായാലും എല്ലാം നടക്കട്ടെ. ഇത് പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു സീരിയൽ കിട്ടിയില്ല, സിനിമയെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 24 സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഒന്നുകൂടി ഇരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഭാഗങ്ങളും നേരുന്നു. മെന്റലിസം കളയരുത്, കീപ് കണ്ടിന്യൂ. അത് എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ചൊരു വേദിയിൽ ഞാൻ തന്നെ യുവയെ വിളിച്ചു കയറ്റാൻ ദൈവതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു.